1999 ജൂലൈ 21 കാലിഫോർണിയ. ജ്ഞാനദളം 214. സത്യം പരം ധീമഹി. അതീന്ദ്രിയ സത്യത്തെയും ദൈവികതയെയും ഞാൻ എന്റെ അവബോധത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. ബുദ്ധി ലോകത്തിനെ വിഭജിക്കുന്നു. അതേ ബുദ്ധി തന്നെ ദൈവികതയിൽ മുങ്ങുന്നതിലൂടെ ലോകത്തിനെ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. ഭൗതിക സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ബുദ്ധി നിലനിൽപ്പിനെ വിഭജിക്കാൻ തുടങ്ങും. ജ്ഞാനവും സത്യവും ചർച്ച ചെയ്യുമ്പോൾ ബുദ്ധി ഏകോപിപ്പിച്ച് അതീന്ദ്രിയമായതിനോട് ബന്ധിപ്പിക്കുന്നു. അദ്വൈതമായ തന്റെ ശരിയായ സ്വഭാവത്തെ അത് വീണ്ടും കണ്ടുപിടിക്കുകയും ചെയ്യും. ബുദ്ധിയിൽ നിന്ന് എന്തും ഒഴുകും. ആ ഒഴുക്കിന്റെ സാക്ഷിയാണ് നിങ്ങൾ. അത് മാലിന്യമോ ജ്ഞാനമോ ആയിക്കൊള്ളട്ടെ. നിങ്ങൾ പരാതിപ്പെടുകയോ കവിത രചിക്കുകയോ ജ്ഞാനം ചർച്ച ചെയ്യുകയോ എന്തു തന്നെ ആയാലും നിങ്ങൾ ആ ഒഴുക്കിന്റെ സാക്ഷിയാണ്. ആരെങ്കിലും പരാതിപ്പെടുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി എന്തൊക്കെയോ പറയുകയാണ്. അതുപോലെ തന്നെ ആത്മജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ നൈസർഗികമായി കവിത രചിക്കുമ്പോഴോ ബുദ്ധിയിൽ നിന്നാണ് ഒഴുക്ക്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേയൊരു കാര്യം ഈശ്വരനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ഈ ബുദ്ധിയിൽ നിന്ന് ജ്ഞാനവും ദൈവികതയും സത്യവും ഒഴുകട്ടെ എന്ന് മാത്രം. അഭ്യാസം: നിങ്ങളുടെ പേരുകൾ വിട്ടുകൊടുക്കൂ. ഒരു മാസത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒരേ പേരുകൾ കൊടുക്കൂ. ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചോദ്യം: എന്താണ് ഈ അഭ്യാസത്തിന്റെ ഉദ്ദേശം? ഗുരുദേവ്, സ്വന്തം പേരുമായുള്ള നിങ്ങളുടെ താതാത്മ്യം നിങ്ങളുടെ ചേതനയിൽ വളരെ ശക്തമാണ്. പേര് വിട്ടുകളയാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കും. ജയ് ഗുരുദേവ്.